ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇതിപ്പോൾ ഇതാ മിഞ്ഞാന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മക്കളെ സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കൽ. മക്കൾ സ്കൂൾ പോണ ആ ഒരു സമയം നമുക്കറിയാമല്ലോ, എന്തായാലും തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ടൈം ആവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സിങ് ഏരിയ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലുള്ള മേളുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലമായ കാരണം അങ്ങനെ വല്ലാതെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. വേനലാവുമ്പോഴാണല്ലോ നല്ല പൊടി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പൊടിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുടക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്ത ബെഡ്റൂമിലാണ് കേട്ടോ. അവിടെ മോള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവളെ ഉണർത്താതെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അരിയും കൂടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ചപ്പോൾ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിക്കണ്. ഇനിയിപ്പോൾ ഇന്ന് നോർമലായിട്ടുള്ള മീൻ കറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ വൈകുന്നേരം ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ മാവ് കുഴച്ച് വെക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ ഇത് 250 ml കപ്പിൽ 240 ml ഇളം ചൂടുള്ള പാലും അതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാരയും 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതിലേക്ക് 250 ml കപ്പിന് തന്നെ 2.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പോലെ കുഴച്ചെടുത്തിരിക്കണം. ഇനിയിപ്പോൾ ഇത് ഒരു വൈകുന്നേരം ഡോണറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കുഴച്ചിട്ട് അവിടെ അടച്ച് വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കുള്ള ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
പിന്നെ ഇതാ വൈകുന്നേരം ഡോണട്ടൊക്കെ ഷേപ്പാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഡോണട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ ഇതാ ബ്രൗൺ കളറായപ്പോൾ ഞാൻ ഡോണട്ടൊക്കെ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആവുന്ന ടൈമിൽ ഇതാ ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിരിക്കണം. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഡബിൾ ബോയിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതാ ഡോണട്ടൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഓരോ ഡോണട്ടും ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒക്കെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ മിൽക്ക് മെയ്ഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. പിന്നെ സ്പ്രിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. അതുപോലെ ഡോണട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണല്ലോ. കടയിൽ നിന്നൊന്നും വാങ്ങാതെ ഇതുപോലെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് കഴിക്കും ചെയ്യാം. അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.